എപ്പോഴും കൂടെ ഓർക്കുന്ന കാര്യമാണ് കൈക്കാരന്മാരുടെ സേവനം ഏറ്റവും മനോഹരമാകുന്നതിൻ്റെ പുറകെ അവരുടെ ജീവിത പങ്കാളികളുടെ വലിയ ഒരു സഹകരണമാണ്. ഇപ്പോൾ ഞാൻ അവരെ കൈക്കാരന്മാരെന്നാണ് വിളിക്കുന്നത്. അവരുടെ ജീവിത പങ്കാളികളായിട്ടുള്ള കൈക്കാരന്മാരെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അവരുടെ സഹകരണവും പ്രോത്സാഹനവും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ഇവിടെ ശുശ്രൂഷ കഴിച്ചിട്ടുണ്ട്. അവരെ നേരത്തെ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് പുതിയ കൈക്കാരന്മാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അഭിനന്ദിക്കാവാണ് അവരെ നിയമിക്കുക. അവരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു കൽപ്പന ഞാനിവിടെ പെട്ടെന്ന് വായിക്കാം. കൈക്കാരന്മാരുടെ നിയമന പത്രിക ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇടവകാംഗങ്ങൾക്കും ആശീർവാദം. അവിടുത്തെ 2024 ജൂലൈ 4 കമ്മിറ്റി നിർദ്ദേശമനുസരിച്ച് ശ്രീ പാറക്കാടൻ ജോസ് നിമോസ്, ശ്രീ ചാമപ്പറമ്പിൽ മാത്യു പോൾ, ശ്രീ പുത്തനങ്ങാടി ജോസ് ബാബു, ശ്രീ തട്ടിൽ മണ്ടി ദേവി ജോമോൻ എന്നിവരെ തങ്ങളുടെ കൈക്കാരന്മാരായി ഇതിനാൽ സ്ഥിരീകരിച്ച് നിയമിച്ചിരിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപതയുടെ നിയമാവലി അനുസരിച്ച് ഇടവകയുടെ അധിപാലന ധനവിനിമയ കാര്യങ്ങളിൽ വികാരിയുടെ സഹകാരിയാണ് കൈക്കാരന്മാർ. പള്ളിയോഗത്തിലെ ഔദ്യോഗിക അംഗമാണ് അവർ. യോഗത്തിൻ്റെ വിഷയനിർണയത്തിൽ വികാരിയെ സഹായിക്കുക അവരാണ്. കൈക്കാരന്മാർ വിശ്വസ്തരും സത്യസന്ധരും കാര്യപ്രാപ്തരും സേവന സന്നദ്ധരുമായിരിക്കും. അവരുടെ പേരിൽ കുടിശ്ശിക ഉണ്ടാകാൻ പാടുള്ളത് അലവൻസ് വാങ്ങി ദൈവജനത്തിന് സേവനം സ്നേഹത്തോടുകൂടി അർപ്പിക്കുന്നവരാണ് കൈക്കാരന്മാർ. വൗച്ചർ, ബിൽ, രശീത് തുടങ്ങിയവ കൃത്യമായി എഴുതി സൂക്ഷിക്കാനും വികാരിയെ കാണിക്കുവാനും കടപ്പെട്ടവരാണ് അവർ. കൈക്കാരന്മാരുടെ അശ്രദ്ധവും ഇടവകയ്ക്ക് നഷ്ടം വന്നാൽ അവർ പരിഹരിക്കണം. പള്ളി പ്രധാനങ്ങൾ കൂട്ടുകൈക്കാരന്മാരുടെയോ വികാരി ചുമതലപ്പെടുത്തിയ മറ്റുള്ളവരുടെയോ സാന്നിധ്യത്തിൽ തുറന്ന് കണ്ട സംഖ്യ വൗച്ചറെഴുതി 2 പേരും ഉൾപ്പെടുന്നു. അനുദിന ചെലവുകൾ ഒരാഴ്ചത്തേക്കുള്ള പണം കൈക്കാരന്മാർക്ക് കൈവശം സൂക്ഷിക്കും. ബാക്കി സംഖ്യ ബാങ്കിൽ നിക്ഷേപിക്കണം. വികാരി സ്ഥലം മാറി പോകുമ്പോൾ അസ്ഥിതിയില്ലെങ്കിൽ കൈക്കാരനാണ് എല്ലാം ഏറ്റുവാങ്ങി പുതിയ വികാരിയെ ഏൽപ്പിക്കേണ്ടത്. പള്ളിക്കണക്കുകളും റെക്കോർഡുകളും സൂക്ഷിക്കുന്നതിൽ വികാരിയോടൊപ്പം കൈക്കാരന്മാരാണ് ഉത്തരവാദിത്വത്തിൽ പങ്കുചേരുന്നത്. വികാരിയുടെ അനുവാദമില്ലാതെ പള്ളി റെക്കോർഡുകൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. പള്ളിച്ചെലവുകൾ അനാവശ്യ ചെലവുകൾ ഉപേക്ഷിച്ചു ഇടവക ഭരണത്തിൽ വികാരിയോട് പരസ്പര ധാരണയോടെ സഹകരിച്ചു ദൈവജനത്തിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരാണ് മുൻപോട്ട് പോകുവാൻ നല്ല ഇടയനായ യേശു ഇടവക മധ്യസ്ഥനായ തോമസ് ഇവരെ സഹായിക്കുന്നു. ഇരിഞ്ഞാലക്കുട ഭൂമി കണ്ണൂക്കാണ്. ഈ 3 ഞാൻ ഭാവങ്ങൾ നേടുകയാണ്. ഞാൻ പേരുമെടുക്കുന്നതനുസരിച്ച് അഭിനന്ദ പിതാവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് അവരുടെ പ്രതിജ്ഞ ചൊല്ലി രേഖയിൽ ഒപ്പുവയ്ക്കും. ശ്രീ പാറക്കാടൻ സഭയുടെ പഠന നിയമങ്ങളും വിധേയരായി ഇടവയുടെ ആധ്യാത്മികവും ഭൗതികവും അധമാനപരമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട വികാരികൾ സഹകരിച്ച് വിശ്വസനയോടും സത്യസന്ധതയോടും നിർവഹിക്കപ്പെടാമെന്ന് ദേവനാമത്തിൽ അറിയിക്കുകയും ഉത്തരവാദിത്വത്തിൻ്റെ അടയാളമാണ്.
മാധുരി വാങ്ങും. ശ്രീ ചാമപ്പറമ്പിൽ മാത്യു പോൾ. ചാമപ്പറമ്പിൽ മാത്യു പോൾ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ 2024-25 വർഷത്തെ കൈകാര്യമായി ചുമതലയേൽക്കുന്നു. സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവും അജപാലപരമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട അധികാരികളോട് സഹകരിച്ച് വിശ്വസ്തയോടും സത്യസന്ധതയോടുകൂടെ നിർവഹിച്ചുകൊള്ളാമെന്ന ദൈവനാമത്തിൽ ചെയ്യുന്നു. ഉത്തരവാദിത്വത്തിൻ്റെ അടയാളമാണ് ബാഗ്. മൂന്നാമത്തെയാണ് ശ്രീ ഉത്തരങ്ങാടി ജോസ് ബാബു. ഉത്തരങ്ങാടി ജോസ് ബാബു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ 2024-25 വർഷത്തെ കൈകാര്യമായി ചുമതലയേൽക്കുന്നു. സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി ഇടവകയുടെ ആചാരങ്ങളും ഭൗതികവും അജപാലനവുമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട അധികാരികളോട് സഹകരിച്ച് വിശ്വസ്തയോടും സത്യസന്ധതയോടും നിർവഹിച്ചുകൊള്ളാമെന്ന് ദൈവനാമത്തിൽ ചെയ്യുന്നു. നാലാമത്തെയാണ് ശ്രീ കത്തിരിമണി ദേവി ജോണി. ഞാൻ തട്ടിൽമക്കിയിലെ ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ 2024-2025 വർഷത്തെ കൈകാര്യമായി ചുമതലയേൽക്കുന്നു. സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയനായി ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവും അജപാലനപരവുമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട വികാരിയോട് സഹകരിച്ച് വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി നിർവഹിച്ചുകൊള്ളാവുന്ന ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടുതൽ